നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം, 506th day. Today, 6th chapter, 106th sloka. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം, 506-ാം ദിവസം. ഇന്ന് 6-ാമത്തെ അധ്യായത്തിലെ 106-ാമത്തെ ശ്ലോകം. ഇതാണ് സമാപന ശ്ലോകം. ഈ 106-ാമത്തെ ശ്ലോകത്തോടുകൂടി ശ്രീമദ് മഹാഭാഗവതത്തിലെ 6-ാമത്തെ അധ്യായവും 6-ാമത്തെ സ്കന്ധവും ഒക്കെ മഹാത്മ്യവും ഒക്കെ പരിസമാപ്തിയാവുകയാണ്. ഇനി ശ്രീമദ് മഹാഭാഗവതം ആണ് ആരംഭിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6-ാമത്തെ അധ്യായത്തിലെ 106-ാമത്തെ ശ്ലോകം. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യഗ് ദ്വിതികരണാത് ഫലം ലഭേതേ യാഥാർത്ഥ്യാന്ന ഹി ഭുവനേ കിമപ്യസാധ്യം. ഓം തത്സത്. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യഗ് ദ്വിതികരണാത് ഫലം ലഭേതേ യാഥാർത്ഥ്യാന്ന ഹി കിമേൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. യാഥാർത്ഥ്യാന്ന ഹി ഭുവനേ കിമപ്യസാധു. ഓം തത്സത്. കിമപ്യസാധു, അതായത് സാധിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. ഈ ലോകത്തിൽ യഥാർത്ഥ ജ്ഞാന നിമിത്തം സാധിക്കുവാനായിട്ടുള്ള ഇതായിട്ട് ഒന്നും യഥാർത്ഥ ജ്ഞാനം കൊണ്ട് സാധിക്കാൻ കഴിയാതായിട്ട് ഉള്ളത് ഒന്നുമേ ഇല്ല എന്നാണ് ഒടുവിലത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതാം നിയതത ആരാണോ ഈ ശ്രീമദ് മഹാഭാഗവതത്തെ ശൃണോതി ഭക്തിയോടുകൂടി കേൾക്കുന്നത്, യശ്ചൈനാം കഥയതി ശുദ്ധ വൈഷ്ണവ, യാതൊരു ആളാണോ ഇത് വൈഷ്ണവന്മാരുടെ മുൻപേ വളരെ ശുദ്ധിയോടുകൂടി കീർത്തിക്കുന്നത്, അവർ തൗ സമ്യക് ദ്വിതികരണ ഫലം ലഭ്യം, രണ്ടുപേരും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായ കർമ്മം വിധിപ്രകാരം ചെയ്തവരാകിയാൽ പരമഫലത്തെ പ്രാപിക്കും. സംശയമേ ഇല്ല. യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ഈ ലോകത്ത് ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതം ശ്രദ്ധയോടുകൂടി കീർത്തിക്കുന്നതും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതും ആണ് യഥാർത്ഥ ജ്ഞാനത്തിനുള്ള വഴി. അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ പരമഫലം എന്തായാലും ലഭിക്കാതിരിക്കുകയില്ല എന്ന് സൂതൻ ശൗനകാദികളോട് പറഞ്ഞുകൊണ്ട് ഈ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തെ പത്മപുരാണത്തിൽ സമാപിപ്പിക്കുകയാണ്, സമാപനം ആവുകയാണ്. ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ 506 ശ്ലോകങ്ങളാണ് ഇതുവരെയായിട്ട് പാരായണം ചെയ്തത്. 506 ശ്ലോകത്തോടുകൂടി, അതായത് ഓരോ 6 അധ്യായങ്ങളിലായിട്ട് 80ഉം 90ഉം 70ഉം ഒക്കെ ശ്ലോകങ്ങളായിട്ട് ഇപ്പോൾ 106 ശ്ലോകത്തോടുകൂടി ഈ 6-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ഈ ശ്ലോകത്തോടുകൂടി പത്മപുരാണത്തിലെ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യവും സമാപിക്കുകയാണ്. ഇനി നാളെ മുതൽ ശ്രീമദ് മഹാഭാഗവതം ഓരോ ശ്ലോകമായിട്ട് ദിവസവും ഇപ്രകാരം തന്നെ പാരായണം ചെയ്ത് അറിയുന്ന വിധത്തിൽ അതിൻ്റെ അർത്ഥം പറയുന്നതായിരിക്കും.
എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും എല്ലാവർക്കും ഇത് ആയിരിക്കും എന്നും ആവണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം സമർപ്പിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതാം യോ നീതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യഗ്ദിതികരണാത് ഫലം ലഭേതേ യാഥാർത്ഥ്യം നഹി ഭുവനേ കിമപ്യസാദ്യം യാഥാർത്ഥ്യാ നഹി ഭുവനേ കിമപ്യസാദം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യേ ശ്രവണവിധികഥനം നാമ ഷഷ്ടോധ്യായഃ. സമാപ്തോയം ഷഷ്ടോധ്യായഃ. സമാപ്തമിദം ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം മുഴുവനായിട്ടും ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ശ്രീമദ് മഹാഭാഗവത പ്രഥമസ്കന്ധത്തിലെ 1-ാമത്തെ പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ട് ശ്രീമദ് മഹാഭാഗവത ആരംഭിക്കുന്നതായിരിക്കും. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.